ഷെയ്ഖ് റബീഇനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം അറബിയും അദബും ബലാഗയും അറൂദും ഒക്കെ അതീവ താല്പര്യത്തോടുകൂടി പഠിച്ചിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അൽഫിയ ഇബ്നു മാലിക് റഹ്മഹുള്ളയുടെ 1000 വരിയുള്ള കവിതയാണ്. അത് അദ്ദേഹം മനഃപ്പാഠമാക്കിയിരുന്നു എന്നാണ്. അദ്ദേഹം മനഃപ്പാഠമാക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു എന്നും പറയുന്നുണ്ട്. ഷെയ്ഖിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ വായനക്കും പഠനത്തിനും പ്രാധാന്യം നൽകിയ അത്ര ജീവിതത്തിൽ മറ്റൊന്നിനും തന്നെ അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് വായനക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂത്ത മകനായ മുഹമ്മദ് ബിൻ റബീ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് എപ്പോഴും വായിക്കുന്ന പഠനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഉപ്പ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഷെയ്ഖുമാരിൽ നിന്ന് അറിവ് സ്വീകരിക്കുകയും ശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇവരുടെയും എല്ലാം പുസ്തകത്തിൻ്റെ മുമ്പിൽ ചടഞ്ഞുകൂടുകയും അത് വായിച്ചെടുക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് പിന്നെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയത് എന്നാണ്. അതായത് ഉറങ്ങാൻ വേണ്ടിയല്ലാതെ വായന ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. വായന ഒഴിവാക്കുകയാണെങ്കിൽ പോലും ഉറങ്ങാൻ വേണ്ടി എടുക്കുന്ന ആ സമയത്ത് മാത്രമായിരുന്നു. ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉപ്പം ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് മകനെ വിളിക്കുകയും എന്തെങ്കിലും ഫായിദകൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എഴുന്നേറ്റ് ഇത് രേഖപ്പെടുത്തണം എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. അതായത് ഇമാം ബുഖാരി റഹ്മഹുള്ളയെ കുറിച്ച് ഇബ്നു ഹജർ റഹ്മഹുള്ള പറയുന്നത്, ഇമാം ബുഖാരി റഹ്മഹുള്ള ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കിൽ നിന്നൊരു 16 വട്ടമെങ്കിലും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ദീനീപരമായ ചിന്തകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് റബീഇനെ കുറിച്ച് പറയുന്ന മറ്റൊരു വിഷയം എന്നുള്ളത്, ഷെയ്ഖ് റബീഇൻ്റെ ഏറ്റവും അടുത്ത അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. ജീവിതകാലത്ത് തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അത് സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. വല്ലാത്ത ദുഃഖഭാരത്തിലൂടെയാണ് അദ്ദേഹം ആ ദിവസം തള്ളി നീക്കിയത്. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ പോയി എന്നാണ്. വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഖാസായ ചില വിദ്യാർത്ഥികൾ പോയ സമയത്ത് ഷെയ്ഖ് പുസ്തകം വായിക്കുകയായിരുന്നു എന്നാണ്. ഷെയ്ഖ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെയ്ഖിനോട് സംസാരിക്കുന്ന സമയത്ത് ഷെയ്ഖ് പറഞ്ഞത്, കുറച്ചെങ്കിലും എനിക്കിപ്പോൾ സമാധാനം കിട്ടുന്നത് ഈ പുസ്തകം വായിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഷെയ്ഖ് വിടാതെ എന്ത് ചെയ്തു, പുസ്തകം വായിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. തൻ്റെ മകളുടെ വേർപാടിൽ ആ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടി ഷെയ്ഖ് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ